വെർച്വൽ ക്യൂവിൽ രജിസ്റ്റർ ചെയ്യുന്ന ഒരു കേസ്, ആ കേസ് ഓൺലൈൻ ഡോക്യുമെൻ്റാണ്, അതിൽ തിരുത്തൽ വരുത്താൻ കഴിയില്ല. ഒന്ന്, അത് അത്ര വളരെ കൃത്യമാണ്. അപ്പോൾ ഞാൻ ഒരു സംശയം ചോദിച്ചോട്ടെ, 52 വയസ്സുള്ള ഒരാൾക്ക് 48 വയസ്സ് എന്ന് വെർച്വൽ ക്യൂവിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ആ സ്ത്രീ പമ്പയിൽ വരുന്നു, അവർക്ക് 48 വയസ്സല്ല 52 വയസ്സാണെന്ന് അവർ ബോധ്യപ്പെടുത്തുന്നു. എന്നിട്ട് പോലീസിന് ബോധ്യപ്പെട്ടുവല്ലോ, അവിടെ DGP ആണ് ഇവരെക്കുറിച്ചുള്ള റിപ്പോർട്ട് സുപ്രീം കോടതി നൽകുന്നത്, ഇവർക്ക് 48 വയസ്സാണെന്ന്. അത് ശരിയോ തെറ്റോ? വെർച്വൽ ക്യൂ എന്ന സാങ്കേതികത്വം മാറ്റി നിർത്തുക, അത് ശരിയോ തെറ്റോ? താങ്കൾ ഇത് ചോദിച്ചപ്പോൾ തന്നെ ഞാൻ ആദ്യഘട്ടത്തിൽ ഇത് പറഞ്ഞതാണ്. അങ്ങ് വീണ്ടും ഇദ്ദേഹം മാത്രമാണ് താങ്കൾ പറഞ്ഞത്. നിങ്ങളിത് ബോധപൂർവ്വം ചർച്ച, ഈ പറഞ്ഞ പല കാര്യങ്ങൾക്കും മറുപടി പറയാൻ എന്റെ അവസരം നിങ്ങൾ നിഷേധിക്കുകയാണ്. ഞാനിത് ആദ്യം വ്യക്തമാക്കിയതാണ്, മഞ്ജുഷിന് മനസ്സിലാകാത്തതൊന്നുമല്ല. എന്നിട്ട് എന്നെ കൊണ്ട് വീണ്ടും അതിൽ കിടന്ന് ചുറ്റിത്തിരിക്കുന്നത് അവർ മറുപടി പറയിക്കാതിരിക്കാനാ. ആ സാമാന്യ ബുദ്ധിയൊക്കെ എനിക്കുണ്ട്. രണ്ട്, നിങ്ങൾ കേൾക്ക്, ഇവിടെ വെർച്വൽ ക്യൂവിൽ രജിസ്റ്റർ ചെയ്യുന്നൊരു കാര്യം, ആ കാര്യം ഓൺലൈൻ ഡോക്യുമെൻ്റാണ്, അത് മാറ്റാനാകില്ല. താങ്കൾ പറയുന്നു കാണിച്ചു, അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്നു അന്നത്തെ പോലീസുകാരൻ കണ്ടു കാണും, അയാൾക്കത് കാണേണ്ട, അയാൾക്ക് മാറ്റാനാകില്ല. പോലീസ് പറയട്ടെ, ഇരുന്ന പോലീസുകാരനാണ്, അയാൾ അറിയിച്ചിട്ടുണ്ടാവില്ല, ആ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടാവും. അത് കോമൺ യുക്തിയിൽ എടുക്കാവുന്ന കാര്യമല്ല. രണ്ട്, നിങ്ങൾ വെർച്വൽ ക്യൂവിൽ മാറ്റം വരുത്താൻ പറ്റില്ല എന്നുള്ളതിൻ്റെ തെളിവ് തന്നെയാണ് നിങ്ങൾ ഈ പറയുന്ന പരംജിത്ത് എന്ന് പറയുന്ന ആളുണ്ടല്ലോ. അദ്ദേഹം ആദ്യം രജിസ്റ്റർ ചെയ്തപ്പോൾ പുള്ളിക്ക് തന്നെ മനസ്സിലായി തെറ്റുപറ്റിപ്പോയി, ഈ ഫീമെയിൽ ആണെന്ന്. അതുകൊണ്ട് എന്ത് ചെയ്തു, അദ്ദേഹം രണ്ടാമത് വീണ്ടും റീ രജിസ്റ്റർ ചെയ്തു. രണ്ട് കാര്യം നിങ്ങൾ തന്നെ പുറത്തു വിട്ടിട്ടുണ്ട്, അത് രജിസ്റ്റർ ചെയ്തു. അപ്പോൾ എന്താ, പക്ഷേ മറ്റേ രജിസ്ട്രേഷൻ ക്യാൻസൽ ആവുന്നില്ല, മറ്റേ രജിസ്ട്രേഷൻ നിൽക്കുകയാണ് അവിടെ. അതാ പ്രശ്നം. അതിൽ മാറ്റം വരുത്താനും പറ്റുന്നില്ല. മാറ്റം വരുത്താൻ പറ്റാതിരുന്നതുകൊണ്ടാണ് ഈ പാവപ്പെട്ട പരംജിത്ത് എന്ത് ചെയ്തു, രണ്ടാമത് ചെയ്തത്. അതൊക്കെ കോമൺ യുക്തി. ഇതെന്തായി സംശയമില്ല, ഞാൻ സംശയം പിന്നീട് പറയാം. ഇവരെ എല്ലാം പ്രത്യക്ഷത്തിൽ കാണുകയാണ്, പോലീസ് കാണുകയാണ്. അവിടെ ഒരു പോലീസുകാരനൊന്നും അല്ലല്ലോ ഉള്ളത്, ആയിരക്കണക്കിന് പോലീസുകാരാണ്. പോലീസിന് ബോധ്യപ്പെടുകയാണ് 48-കാരിയും 44-കാരിയും 45-കാരിയും ഒന്നും അവിടെ വന്നിട്ടില്ല, 50 വയസ്സിന് മുകളിൽ വന്നവരാണ് ഇവർ, 50 വയസ്സിന് മുകളിലുള്ളവരാണ് ഇവരെന്ന കാര്യം ബോധ്യപ്പെട്ടിരിക്കുകയാണ്. മഞ്ജുഷേ, 51 പേരുടെ ലിസ്റ്റ് പുറത്തുവിട്ടതിൽ 3 പേരുടെ കാര്യം വെച്ച് നിങ്ങൾ എങ്ങനെയാണ് 12 ആവട്ടെ, സോ മെനി